എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിൻ്റെ 8ാമത്തെ യൂണിറ്റ്, മാത്സിൻ്റെ 8ാമത്തെ യൂണിറ്റ് നാണയ കിലുക്കം. നാണയ പ്രദർശനം. അനുവും ജിത്തുവും ഗ്രാമോത്സവം കാണാൻ പോയി. അവർ നാണയ പ്രദർശനം നടക്കുന്ന സ്റ്റാളിലെത്തി. നിങ്ങൾക്ക് അറിയാവുന്ന നാണയങ്ങൾക്ക് വട്ടമിടൂ. ഇവിടെ പഴയ കുറേ നാണയങ്ങളുടെ ശേഖരണം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പഴയ കാശൊക്കെ ഉണ്ട്, കോയിൻസ് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റില്ല. 25 പൈസയും 50 പൈസയും പിന്നെ 20ൻ്റെയും 10ൻ്റെ ഒക്കെ പൈസകളാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നാണയങ്ങൾക്ക് വട്ടമിടും. നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന നാണയങ്ങൾക്കൊക്കെ വട്ടം ഇടാം. 1ൻ്റെയും 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും 20ൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനൊക്കെ വട്ടമിടാം. 50 രൂപ നോട്ടിനും 100 രൂപ നോട്ടിനും ഒരേ വലിപ്പമാണോ? ചേർത്ത് വച്ച് പരിശോധിക്കൂ. മറ്റ് നോട്ടുകളും ചേർത്ത് വെച്ച് നോക്കൂ. 50ൻ്റെയും 100ൻ്റെയും നോട്ടുകളൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഏതിനാണ് നീളം കൂടുതലുള്ളത് നോക്കാം. 100ൻ്റെനാണ്. അപ്പോൾ അത് വെച്ച് നോക്കാം. നിങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഉള്ളത് ഒന്ന് വെറുതെ നോക്കാനായിട്ട് നിങ്ങൾ വെച്ചിട്ട് 2ൻ്റെ വലിപ്പം ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ, നീളം. അവർ ഐസ്ക്രീം കടയിലെത്തി. ഓരോ ഐസ്ക്രീമും വാങ്ങി. ഒന്നിന് 15 രൂപയാണ്. അനു 3 നോട്ടുകൾ കൊടുത്തു. അനു 3 5ൻ്റെ നോട്ടുകൾ കൊടുത്തു. എത്ര രൂപയാണ് കൊടുത്തത്? 15 രൂപ. ജിത്തു 2 നോട്ടുകളാണ് കൊടുത്തത്. ഓരോരുത്തരായിട്ടാണ് അവരവരെ കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ പൈസ കൊടുത്തത്. 3 5ൻ്റെ നോട്ടുകൾ അനു കൊടുത്തു. അപ്പം എത്ര രൂപന് കൊടുത്തത്? 15 രൂപ. ജിത്തു 2 നോട്ട് കൊടുത്തു. ഏതൊക്കെ നോട്ടുകൾ കൊടുത്തപ്പോൾ 15 രൂപയായി? 10ൻ്റെ നോട്ടും 5ൻ്റെ നോട്ടും കൊടുത്തപ്പോൾ 15 രൂപയായി. അപ്പോൾ 10ഉം 5ഉം ആ ബോക്സിൽ എഴുതാം. അവരടുത്തതായിട്ട് ആകാശത്തൊട്ടിൽ കയറാനായിട്ട് പോയി. അവിടെ വരിയൊക്കെ നിന്ന് ടിക്കറ്റിന് 20 രൂപയാണ് നിരക്ക്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. ആകാശത്തൊട്ടിലിൽ കയറിയാലോ? എനിക്ക് പേടിയാണ്, എങ്കിലും വരാം. അനുവിൻ്റെ പേഴ്സിലെ നോട്ടുകളാണ് ചുവടെ. ആകാശത്തൊട്ടിലിൽ കയറാനുള്ള ടിക്കറ്റിന് ഈ തുക തികയുമോ? അനുവിൻ്റെ കയ്യിലുള്ള നോട്ടുകൾ 10ൻ്റെ ഒരു നോട്ടും 5ൻ്റെ ഒരു നോട്ടും 2ൻ്റെ ഒരു നോട്ടും ഉണ്ട്. അപ്പോൾ 10ഉം 5ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയായി? 17 രൂപയായി. ആകാശത്തൊട്ടിലിൽ കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. ഇനി എത്ര രൂപ കൂടി വേണം? 20 ആവാനായിട്ട് 17ആണ് കയ്യിലുള്ളത്. 20 ആവാനായിട്ട് 3 രൂപ കൂടെ വേണം. തികയാതെ വന്നത് ജിത്തു കൊടുത്തു. ഏതൊക്കെ നാണയങ്ങൾ എത്ര എണ്ണം വീതമാണ് ജിത്തു കൊടുത്തത്? കണക്കാക്കൂ. 3 രൂപയാണ് വേണ്ടത്. അപ്പോൾ 2ൻ്റെയും ഒരു കോയിനും 1ൻ്റെ ഒരു കോയിനും കൊടുക്കാം. അല്ലെങ്കിൽ 3 1ൻ്റെ കോയിൻ കൊടുക്കാം. ടിക്കറ്റ് കൗണ്ടർ. ഈ 2 ആൾക്ക് ടിക്കറ്റ് വേണം. എത്ര പൈസ ആയിക്കൂ? അതെന്താ, വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത്, ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ജിത്തു പറയാണ് 2 ആൾക്കുള്ള ടിക്കറ്റ് വേണം. എത്ര പൈസയായി എന്നാണ് ചോദിച്ചത്. എന്ന കയ്യിൽ 20 രൂപയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ 20 രൂപ, അവളുടെ കയ്യിൽ 20 രൂപയേ ഉള്ളൂ. അവർ 4 പേരും ആകാശത്തൊട്ടിലിൽ കയറി. വില കണക്കാക്കാം. വില വിവര പട്ടിക. സാധനം വില: ക്രയോൺസ് 5 രൂപ, വാട്ടർ കളർ 10 രൂപ, റബ്ബർ 2 രൂപ. ആദിത്യ കടയിൽ നിന്നും ക്രയോൺസും വാട്ടർ കളറും റബ്ബറും വാങ്ങി. 3നും കൂടി ആകെ വില: ക്രയോൺസിന് 5 രൂപ, വാട്ടർ കളറിന് 10 രൂപ, റബ്ബറിന് 2 രൂപ. 10 + 5 + 2 17 രൂപ. ആദിത്യ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളുമാണ് കൊടുത്തത്? ആദിത്യ 10 രൂപയുടെ നോട്ടും 5 രൂപയുടെയും 2 രൂപയുടെയും നാണയങ്ങൾ കൊടുത്തു. മനു ക്രയോൺസും റബ്ബറും വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? 7 രൂപ. ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളുമാണ് കൊടുത്തത്? 5 രൂപയുടെ നോട്ടും 2 രൂപയുടെ നാണയവും കൊടുത്തു. നാണയമാക്കാം. അനു, ജിത്തു, ആയിഷ, മുരുകൻ, തോമസ് എന്നിവർ നോട്ടുകൾ മാറ്റി നാണയങ്ങൾ എടുത്തു. ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നോട്ടുകൾക്ക് തുല്യമായ നാണയങ്ങൾ എടുത്തത്? പേര് എഴുതൂ. അനു, ആയിഷ.
അനുവിൻ്റെ കയ്യിൽ 10 രൂപയുടെ നോട്ടുണ്ട്. 5-ൻ്റെയും 2-ൻ്റെയും 2-ൻ്റെയും 1. അപ്പോൾ 10 രൂപയായി. 5ഉം 2ഉം 2ഉം 1 ആകുമ്പോൾ 10 രൂപയായി. ആയിഷ എടുത്തത് ശരിയാണ്. ആയിഷയുടെ കയ്യിൽ 20 രൂപയുണ്ട്. അപ്പോൾ 10ൻ്റെ ഒരു കോയിനും 5ൻ്റെ ഒരു കോയിനും 2ൻ്റെ 2 1ൻ്റെ ഒരെണ്ണം. അപ്പോൾ ശരിയാണ്. ജിത്തുവിൻ്റെ കയ്യിലുള്ളത് 5 രൂപയാണ്. അതിൽ 2ൻ്റെ 2 കോയിനും 1ൻ്റെ 2 കോയിനും ഉണ്ട്. അപ്പോൾ 6 രൂപയാവും. മുരുകൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോയിൻസാണ് എടുത്തുള്ളത്. അപ്പോൾ ശരിയായിട്ട് ആരൊക്കെയാണ് ശരിയായ രീതിയിൽ എടുത്തതെന്ന് വെച്ചാൽ അനുവും ആയിഷയുമാണ്. കടയിലേക്ക് വില വിവര പട്ടിക. സാധനം വില: പെൻസിൽ 5 രൂപ, പേന 10 രൂപ, നോട്ട്ബുക്ക് 20 രൂപ. രൂപേഷും മകനും കൂടി കടയിലെത്തി. പെൻസിലും പേനയും വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? പെൻസിലിന് 10 രൂപ, പെൻസിലിന് 5 രൂപ, പേനയ്ക്ക് 10 രൂപ. ആകെ വില 15 രൂപ. ഒരു പെൻസിലിൻ്റെ വില 5 രൂപ. ഒരു പേനയുടെ വില 10 രൂപ. ഒരു പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില 15 രൂപ. 2 പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില 20 രൂപ. പെൻസിലിന് 5 രൂപയാണ്. അപ്പോൾ 2 പെൻസിലാകുമ്പോൾ 10 രൂപയായി. പേനയ്ക്ക് 10 രൂപ, 20 രൂപ. എങ്ങനെ കണക്കാക്കി? പറയൂ. എങ്ങനെ കണക്കാക്കിയത്? കൂട്ടിയിട്ടാണ് കണക്കാക്കിയത് അല്ലേ? പ്ലസ് ചെയ്തു അല്ലേ? 5 + 5 + 10, അപ്പോൾ 20 രൂപയായി. നാണയങ്ങളെ നോട്ടുകളാക്കാം. ഓരോ കൂട്ടം നാണയങ്ങൾക്കും തുല്യമായ നോട്ടുകൾ ഏതെന്നു കണ്ടെത്തി അവ ചേർത്ത് വരയ്ക്കും. അവരെ അവിടെ തന്നിട്ടുണ്ട്. 2ൻ്റെ 2 1ൻ്റെ 1 തന്നിട്ടുണ്ട്. 5 രൂപയ്ക്ക് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മുകളിലുള്ളത് 10 രൂപയുടെ നോട്ടാണ്. താഴെ നോക്കിയേ, 5ൻ്റെ ഒരു കോയിനും 2ൻ്റെ ഒരു കോയിനും 1ൻ്റെ 3 ഉണ്ട്. അപ്പോൾ അതാണ് 10 രൂപയ്ക്ക് മാച്ചായത്. ലാസ്റ്റത്തെ അതൊക്കെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് 50 രൂപ വരെ. 5 ലാസ്റ്റിന്ന് രണ്ടാമത്തെ കണ്ട 5 10ൻ്റെ കോയിൻസ് ഉണ്ട്, നാണയങ്ങളുണ്ട്. അതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ആളുടെ 20 രൂപ വരെയാണ്. അപ്പം 5ൻ്റെ 4 ചേർന്നാൽ 20 രൂപയാവും. അതിലേക്ക് വരച്ചു കൊടുക്കുക. നാണയങ്ങൾ കൂട്ടാം. മേരിയുടെ കയ്യിൽ 10 രൂപയുണ്ട്. 15 രൂപ ആകാൻ ഏതൊക്കെ നാണയങ്ങൾ കൂടി വേണം? 1ൻ്റെ 1, 2ൻ്റെ 2. ഏതൊക്കെ നാണയങ്ങൾ എടുത്താൽ 20 രൂപയാകാം? പല രീതിയിൽ പറയാമോ? 10ൻ്റെ 1, 5ൻ്റെ 1, 2ൻ്റെ 2, 1ൻ്റെ 1. പിന്നെ അടുത്ത വഴി 2ൻ്റെ 5, പിന്നെ 10ൻ്റെ 1. പിന്നെ 10ൻ്റെ 1, 2, 2, 3, 2, പിന്നെ 4, 2, 2, 1. പിന്നെ അടുത്തത് 5, 5, പിന്നെ ഒരു 10, 2 5ഉം ഒരു 10ഉം. എത്ര നാണയങ്ങൾ? 10 രൂപ, 6 രൂപ, 7 രൂപ. എൻ്റെ കയ്യിലുള്ള നാണയം 2 കൊടുത്താൽ വള വാങ്ങാം. വളയ്ക്ക് 10 രൂപ. PP വാങ്ങാൻ എൻ്റെ കയ്യിലുള്ള നാണയം 3 വേണം. PPക്ക് രൂപ 6 രൂപയാണ്. അപ്പോൾ കയ്യിലുള്ളത് ഏത് നാണയമാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിലുള്ളത് 5ൻ്റെ നാണയമാണ്. ആൺകുട്ടിയുടെ കയ്യിലുള്ളത് 2ൻ്റെയാണ്. 2, 3 ചേർന്നാൽ 6 രൂപയാവും. 5ൻ്റെ 2 ചേർന്നാൽ 10 രൂപയാവും. എൻ്റെ കയ്യിൽ 2 നാണയമുണ്ട്. അത് കൊടുത്താൽ മാല വാങ്ങാം. മാലയുടെ വില 7 രൂപ. ഏതൊക്കെ നാണയങ്ങളാണ്? 2 നാണയമുണ്ട് അല്ലേ? 5ൻ്റെ 1, 2ൻ്റെ 1 ചേർന്നാൽ 7 രൂപയാകും. അപ്പോൾ മാല മേടിക്കാം. സ്നേഹക്കുടുക്ക. ക്ലാസ് മുറിയിൽ സ്നേഹക്കുടുക്ക തുറന്നു. ജിത്തു നാണയങ്ങൾ തരംതിരിച്ചു. നാണയങ്ങൾ തരംതിരിച്ച് എണ്ണിയാലോ? ആകെ എത്ര രൂപ ഉണ്ടാകും? 100 രൂപ കാണുമോ? ആകെ എത്ര രൂപ? എണ്ണം രൂപ തന്നിട്ടുണ്ട്. 1 രൂപ നാണയങ്ങൾ എണ്ണം 8. അപ്പോൾ എത്ര രൂപയായി? 8 രൂപയായി. 2 രൂപ നാണയങ്ങൾ 10. അപ്പോൾ 2ൻ്റെ 10 ഉണ്ട്. അപ്പോൾ 10, 2, 20. 5 രൂപ നാണയങ്ങൾ 4. അപ്പോൾ 4, 5 ചേർന്ന് കഴിഞ്ഞാൽ 20 രൂപയാവും. 20. 10 രൂപ നാണയങ്ങൾ 5. 10, 5, 50 രൂപ. 4 5 രൂപയ്ക്ക് പകരം 2 10 രൂപ ഞാൻ തരാം. നാണയങ്ങളെ 10 രൂപയുടെ കൂട്ടങ്ങളാക്കി വെച്ചു. ബാക്കിയുള്ളവ ഒരു കൂട്ടമായും. എത്ര കൂട്ടം? 9 കൂട്ടം. എത്ര രൂപ? 90 രൂപ. ബാക്കിയുള്ളത് എത്ര രൂപ? 8 രൂപ. എങ്ങനെ കണക്കാക്കി പറയൂ.